ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദിസ് ഈസ് മൈ ലൈഫ്. അപ്പോൾ ഞാനിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് പലരുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ നമ്മൾ തുടങ്ങാനായിട്ട് പേടിക്കുന്ന ഒന്നാണ്. അതെ, യൂട്യൂബ് ചാനൽ. നമുക്ക് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം? അതല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മടിക്കുന്നത്? പലർക്കും പല ടാലൻ്റ് ഉണ്ട്, ഐഡിയാസ് ഉണ്ട്, പല കാര്യങ്ങളിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടൊരു പാഷനുണ്ട് പല കാര്യങ്ങൾക്കും. എന്നിരുന്നാൽ പോലും നമ്മൾ പലപ്പോഴും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ പിന്നോട്ട് വരികയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, അതല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ്സ്, നമ്മൾ പലരുടെയും ഒപ്പീനിയൻ സജഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് നമ്മൾ മടിക്കുന്നു. ഈ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിവിനെ, നമ്മുടെ ഐഡിയാസിനെയൊക്കെ നമ്മൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ട് കൊണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് പലപ്പോഴും ബ്രേക്ക് എടുക്കുന്നുണ്ട്. ഈ കമൻറ്റ്സ് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീസൺ തന്നെയാണ് പലർക്കും പലതായിട്ടുള്ള ടാലൻറ്റും ഐഡിയാസ് ഉണ്ടെങ്കിൽ പോലും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പിന്നോക്കം വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക, നമ്മുടെ കഴിവുകളും നമ്മുടെ ടാലൻറ്റുകളെല്ലാം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ എന്തുകൊണ്ട് പിന്നെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല? അതൊരു മെയിൻ റീസൺ ഉണ്ട്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചൊരു കൺസേൺ ആവുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, അതല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ, നിന്നെക്കൊണ്ട് ഇത് പറ്റുമോ, അങ്ങനത്തെ കുറച്ച് ചിന്തകളെല്ലാം നമ്മുടെ മൈൻഡിലോട്ട് വരും. അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മളെ കളിയാക്കുമോ, നമ്മളെ ജഡ്ജ്മെൻറ്റ് ചെയ്യും. അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം നമ്മുടെ മൈൻഡിലോട്ട് വരുന്നതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ബാക്കോട്ട് വരുന്നുണ്ട്. ഇത് പലപ്പോഴും നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായിട്ടുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിന് നമുക്ക് മറ്റാരുടെയും ഒരു ആവശ്യമില്ല. ബിക്കോസ് നമ്മുടെ ടാലൻറ്റും നമ്മുടെ പാഷനും നമ്മുടെ ഐഡിയാസെല്ലാം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നിനക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നവർക്ക് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫിൽ നമ്മുടേതായിട്ടുള്ള ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കുന്നത് പബ്ലിക്കല്ല, നമ്മൾ തന്നെയാണ്. നിങ്ങളുടെ ലൈഫിലൊരു ഡിസിഷൻ മറ്റുള്ളവരല്ല എടുക്കേണ്ടത്, നിങ്ങൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പലപ്പോഴും ഞാൻ പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നതെല്ലാം ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയാസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങളുടെ പാഷൻ എന്താണ്? ചിലവർക്ക് ചില കാര്യങ്ങളിലേക്ക് കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമായിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമായിരിക്കും, ട്രാവലിംഗ് ബ്ലോഗ്, അതല്ല ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഇഷ്ടം കാണും. സോ ആ ഒരു ഇഷ്ടം നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തെ പറ്റിയാണ് നമ്മളിന്ന് ഫുൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പലരും യൂട്യൂബ് ചാനൽ തുടങ്ങാത്തതിനൊരു റീസൺ ഉണ്ട്. ചിലർക്ക് ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കാനായിട്ടൊരു പേടി, അതല്ലെങ്കിൽ നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നുള്ളൊരു ചിന്ത, അതല്ല എങ്കിൽ ഫസ്റ്റ് വീഡിയോയിൽ നമ്മളെ വ്യൂസ് എത്രയായിരിക്കും, അതല്ല എങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയും, അങ്ങനത്തെ കുറേ കാര്യങ്ങളിലൊക്കെ നമ്മൾ തിങ്ക് ചെയ്തിട്ട് പലപ്പോഴും വീഡിയോ എടുക്കുന്നത്, ചിലപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇൻകേസ് ചിലർ വീഡിയോ എടുത്തതിന് ശേഷം അത് എഡിറ്റ് ചെയ്തിട്ട് ഇത് ശരിയാവില്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ പലപ്പോഴും അപ്ലോഡ് ചെയ്യാതെ വിടാറുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് അത്ര നല്ലതല്ല, ഇതൊക്കെ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽസ് എല്ലാം അവർ 0ൽ നിന്നാണ് ഒരു മില്യണിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് പറ്റിയത് പിന്നെന്താ നമുക്ക് കൊണ്ട് പറ്റത്തില്ല? സോ നമുക്ക് നമ്മുടേതായ കഴിവ് നമുക്കൊരു ബിലീവ് ഉണ്ടായാൽ മാത്രം മതി. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഞാൻ തന്നെ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും, ഞാൻ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഏകദേശം ഒരു 2 വർഷം മുന്നേ ചാനൽ സ്റ്റാർട്ട് ചെയ്തു എങ്കിലും ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യത്തില്ലായിരുന്നു. ജസ്റ്റ് ഷോർട്സ് മാത്രം, അത് എന്തെങ്കിലും റാൻഡം ആയിട്ടുള്ളൊരു ഷോർട്സ് അങ്ങനെ എന്തെങ്കിലും മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ലോങ് വീഡിയോസ് പലപ്പോഴും എഡിറ്റ് ചെയ്യണമെന്നുള്ളൊരു ചിന്ത വരും. ഞാൻ എടുത്തിട്ടുമുണ്ട് വീഡിയോസ്. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ച കുറേ റീസൺ കാരണം ഞാനും പലപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൽ നിന്ന് ബാക്ക് വരാറുണ്ട്. പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു എന്തുകൊണ്ട്
എനിക്ക് അപ്ലോഡ് ചെയ്തോളൂ. ഞാൻ അതിനെ മറ്റുള്ളവരെ കുറിച്ച് തിങ്ക് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് വീഡിയോസ് എടുക്കുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ഒപ്പീനിയന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കേൾക്കുന്നതിന് അവരല്ലല്ലോ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത് എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. സോ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ വീഡിയോസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മനസ്സിലായി, ഞാൻ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ആ വീഡിയോസിലൊന്നും ഈ ഒരു ഹൈ ലെവലിലുള്ള വ്യൂസ് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് കുറച്ചൊരു വ്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് വീഡിയോയ്ക്കൊന്നും ഒട്ടും തന്നെ ഇല്ല. പക്ഷെ എന്നാലും ഞാൻ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടില്ല. എനിക്ക് എന്നിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഓക്കെ, നമ്മൾ ഗ്രാജുവലി നമ്മൾ പിന്നെ ഒരു കാര്യം മനസ്സിൽ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഏതൊരു കാര്യം ചെയ്ത് തുടങ്ങിയിരുന്നാലും നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു കാര്യത്തിൽ നമുക്ക് സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഓക്കെ, ഞാനും വീഡിയോസുകൾക്ക് മാക്സിമം ഞാൻ റെഗുലറായിട്ട് ഷോർട്സ് എങ്കിലും പോസ്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഗ്രാജുവലി ചില വീഡിയോസിൽ നമുക്കൊരു 1K സംതിങ് വ്യൂസ് കിട്ടും, ചിലതിന് കുറവായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ ഡിസപ്പോയിൻമെൻറ്റ് ആകാറില്ല. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ട്രൈ ചെയ്യുന്നതിന് നമുക്ക് ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ, നമ്മുടെ ഇംഗ്ലീഷ് ശരിയല്ല, അതല്ലെങ്കിൽ നമുക്ക് ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാനുള്ള പേടിയും, അതല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഇങ്ങനത്തെ കുറേ ചിന്തകളൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യാനാണ് ആഗ്രഹം എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നെഗറ്റീവ് കമൻറ്റ്സ് വന്നാൽ നമ്മൾ അത് ഇഗ്നോർ ചെയ്യുക. ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നെഗറ്റീവ് കമൻറ്റ്സ് ഇഗ്നോർ ചെയ്യുക. ഇപ്പോൾ കമൻറ്റ്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഡിലീറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്ത മെസ്സേജ് അങ്ങനത്തെ ഒരു ഡിസ്കഷനിലോട്ട് നിങ്ങൾ പോകേണ്ട ഒരു ആവശ്യമില്ല. ഒരു കമൻറ്റും ചെയ്യേണ്ട, റിപ്ലൈ ആയിട്ട് അതല്ല റിയാക്ഷൻ വീഡിയോ, അതിൻ്റെയൊന്നും ഒരു ആവശ്യമില്ല. അതോ ആ കമൻറ്റ് ഓർത്തിട്ട് നിങ്ങൾ ഡിസപ്പോയിൻമെൻറ്റോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക മാത്രമേ ചെയ്യുക. അതുമാത്രമല്ല, നെഗറ്റീവ് കമൻറ്റ്സ് അല്ലാണ്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒപ്പീനിയൻ വന്നാൽ കൂടെ നമ്മളത് ഇഗ്നോർ ചെയ്യുക. ബിക്കോസ് നമ്മുടെ ചുറ്റുമുള്ളവർ പല രീതിയിൽ ചിന്തിക്കുന്നവരാണ്. ഇപ്പോൾ നമ്മളൊരു ട്രൂത്ത് പറയാം, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുവെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുവെങ്കിൽ അവർ ചോദിക്കും, ഇതുകൊണ്ട് നിനക്ക് എന്ത് കിട്ടും, ഇപ്പോൾ വെറുതെ ടൈം വേസ്റ്റ് അല്ലേ നീ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. അതല്ല എങ്കിൽ ഓക്കെ, ഇപ്പോൾ പറയും മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ചാനൽസൊക്കെ ഉള്ള സമയത്ത് നിൻ്റെ വീഡിയോസൊക്കെ ആര് കാണാനാണ്, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. അതെല്ലാം നമ്മൾ സക്സസ്ഫുള്ളായി നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു സക്സസ്ഫുള്ളായി എങ്കിൽ പറയും, വാവ് നീ ലക്കി പേഴ്സൺ. അങ്ങനെ പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു അഭിപ്രായം പറയാനായിട്ട് നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടായിരിക്കും. വളരെ ചുരുക്കം പേര് മാത്രമേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ സക്സസ്ഫുള്ളിൽ സന്തോഷിക്കുന്ന ആൾക്കാർ നമ്മൾക്ക് ചുറ്റും വളരെ കുറച്ച് മെമ്പേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. അല്ല, ഈ ചോദ്യം ചോദിക്കുന്നവരൊന്നുമല്ല നമ്മുടെ ഫാമിലി നോക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നതിനുള്ള ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി, ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കറക്റ്റ് ഒരു വേയിൽ കൂടെയാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതോർത്ത് നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. സോ നെഗറ്റീവ് കമൻറ്റ്സ് വന്നാൽ ജസ്റ്റ് ഇറ്റ്. ഓക്കെ, ഇനി എങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ കാറ്റഗറിയാണ്. നിങ്ങൾക്ക് ഏത് ഫീൽഡാണോ ഇഷ്ടം ആ ഫീൽഡ് നിങ്ങൾ ചൂസ് ചെയ്യാം. അതിപ്പോൾ എഡ്യൂക്കേഷൻ ആക്കാം, ടെക്നിക്കൽ വീഡിയോസ് ആക്കാം, അതുമല്ല ബ്യൂട്ടി ഫാഷൻ റിലേറ്റഡ്, അതല്ലെങ്കിൽ ഡെയിലി ബ്ലോഗ്സ്, ട്രാവലിംഗ് ബ്ലോഗ്സ്, ഇങ്ങനെ ഒത്തിരി ടൈപ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഏത് ടൈപ്പാണോ വേണ്ടത് ആ ഒരു കാറ്റഗറി നിങ്ങൾ ഡിസൈഡ് ചെയ്യും. പിന്നെ ഒരു കാര്യം മറക്കരുത്, ട്രെൻഡ് നോക്കി നിങ്ങൾ ചൂസ് ചെയ്യരുത്. നിങ്ങളുടെ പാഷൻ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻറ്റ് എന്താണ്, ഇത് നോക്കി നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഇനി ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കിയാലോ, ഫസ്റ്റായിട്ട് മെയിൽ ഐ ഡി വേണം. സോ മെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് ക്രിയേറ്റ് ചാനലിൻ്റെ ഒരു ഓപ്ഷൻ വരും. സോ അത് നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മുടെ ചാനലിൽ നമുക്ക് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു നെയിം കൊടുക്കാം. പിന്നെ നെയിം കൊടുക്കുമ്പോഴേക്കും നെയിം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയില്ല, അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ മാച്ച് ആയിട്ടുള്ള നെയിമല്ല ഞാൻ കൊടുത്തതെന്ന് തോന്നി നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ചാനലിൻ്റെ നെയിം എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ അതോർത്ത് ആരും വറീഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യണത് എങ്ങനെ മനസ്സിലായാലും മെയിൽ ഐ ഡി യൂട്യൂബ് ഓപ്പൺ ചെയ്യുക, ദെൻ ന്യൂ ചാനൽ ക്രിയേറ്റ് ഓപ്ഷൻ ഉണ്ട്. സോ അവിടെ നമുക്ക് നമ്മുടെ ചാനൽ നെയിം കൊടുത്ത് നമ്മുടെ ബയോ എന്താണോ, നമ്മൾ ഏത് ഫീൽഡാണോ സെലക്ട് ചെയ്തത്, സോ ആ ഫീൽഡ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്ത് നമുക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ.
അപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദെൻ നമ്മൾ ചാനലെല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് വീഡിയോ നല്ല പെർഫെക്റ്റ് ആയിരിക്കേണ്ടത്, അല്ലെങ്കിൽ നല്ല പെർഫെക്ഷൻ വേണ്ടെന്നുള്ളൊരു ചോദ്യം നമുക്ക് മുന്നിൽ എപ്പോഴും വരാറുണ്ട്. സോ വറീഡ് ആവേണ്ട ഓരോ ആവശ്യമില്ല. പലപ്പോഴും പലരും ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വീഡിയോസ് എടുക്കേണ്ടതെന്ന് വിചാരിക്കുന്നു. ഒരു ക്യാമറ വേണ്ടേ, അതല്ല എങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ എല്ലാം ഓക്കെ ആകേണ്ടില്ല, അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള ഒരു ബെറ്റർ സ്റ്റുഡിയോ വേണ്ടേ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മൾ പലപ്പോഴും വീഡിയോസ് എടുക്കുന്നതിൽ നിന്ന് ബാക്ക് വരാറുണ്ട്. സോ അതിൻ്റെ ഒരു ആവശ്യമില്ല, നല്ലൊരു ഫോൺ ഉണ്ടായാൽ മാത്രം മതി. ഇത് നമ്മളിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എവിടെയാണ് ഇരുന്ന് വീഡിയോസ് എടുക്കാൻ നോക്കിയെന്ന് തോന്നുന്നത്, സോ അവിടെ നല്ല വീഡിയോസ് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വീഡിയോ നല്ല പെർഫെക്ഷൻ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ ഇതൊക്കെയാണ് എൻ്റെ ആൻസർ. ക്യാമറ വേണമെന്നുള്ള ഒരു നിർബന്ധവുമില്ല. ക്യാമറ വാങ്ങിയതിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നാൽ ചിലപ്പോൾ അത് നമുക്ക് നടന്നെന്ന് വരത്തില്ല. ഫ്യൂച്ചറിൽ നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലൊരു ഇൻകം വന്നു കഴിഞ്ഞാൽ നമുക്ക് മേ ബി ഒരു ക്യാമറയൊക്കെ മേടിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ഒരു നന്നായിട്ടുള്ളൊരു സ്റ്റുഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വീഡിയോസ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ എന്താണ്, നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൂടെ നമുക്ക് നല്ല നല്ല വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൊബൈൽ ഫോൺ തന്നെ വളരെ ധാരാളമാണ്. നല്ലൊരു മൊബൈൽ ഫോൺ ഉണ്ടായാൽ മതി. പിന്നെ നാച്ചുറൽ ലൈറ്റ് മതി. മെയിനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടൻറ്റ് എന്തുവാണ്, നമ്മൾ ആ കണ്ടൻറ്റ് നല്ല രീതിയിൽ നമ്മൾക്കൊണ്ട് എത്രത്തോളം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നന്നായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്ത് വീഡിയോസുകൾ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ വീഡിയോസ് എടുക്കണം, അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസിനൊക്കെയുള്ള ഡൗട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ വീഡിയോസ് എടുക്കേണ്ടെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ അത് ഓർത്തോ. ആരും വറീഡ് ആവേണ്ട ആവശ്യമില്ല, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ വേഗം തന്നെ നമുക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു നോർമൽ ഫോൺ മതി, അതുപോലെ നമുക്ക് നാച്ചുറൽ ലൈറ്റ് മതി. സോ എടുക്കുന്നത് നമ്മുടെ കണ്ടൻറ്റാണ് ഇമ്പോർട്ടൻറ്റ്. സോ നല്ല കണ്ടൻറ്റുകൾ എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ വീഡിയോസ് എടുത്തു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബർ. സോ നമ്മൾ ഫസ്റ്റ് വീഡിയോസ് ഇടുമ്പോൾ തന്നെ നമുക്കൊരു ഹൈപ്പിൽ വ്യൂസ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വേണമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലൂടെ നിങ്ങൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യരുത്. ഗ്രാജുവലി നമ്മുടെ വീഡിയോസ് ആൾക്കാരിൽ എത്തി അതൊരു നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യൂസും സബ്സ്ക്രൈബ്സും നമ്മുടെ ചാനലിൽ നമ്മൾ നല്ല നല്ല കണ്ടൻറ്റുകൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാജുവലി അത് ഇൻക്രിമെൻ്റ് ആവുന്നതാണ്. ഫസ്റ്റ് ഒരു 3 മന്ത് ഗ്രാജുവലി നമ്മുടെ ചാനലിൽ വ്യൂസും കമൻസും അതല്ലെങ്കിൽ സബ്സ്ക്രൈബ്സിൻ്റെ ഗ്രോയും വളരെയധികം കുറവായിരിക്കും. സോ ആരും വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഇത് നോർമലാണ്. യൂട്യൂബ് നമ്മുടെ അൽഗോരിതം ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ്. നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ കണ്ടൻറ്റുകൾ എന്താണ്, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യുകയാണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ യൂട്യൂബ് ചെക്ക് ചെയ്തതിന് ശേഷം ഗ്രാജുവലി ഒരു 1 to 3 മന്തൊക്കെ നമുക്ക് വളരെയധികം കുറവായിരിക്കും. സോ അതിനുശേഷം നമ്മുടെ കണ്ടൻറ്റുകൾ അനുസരിച്ച് അതെല്ലാം നമ്മൾ ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ചാനലിൽ ഒരു ഇൻക്രിമെൻറ്റ് ഉണ്ടാവുന്നതാണ്. സോ അത് ഫസ്റ്റ് വീഡിയോയ്ക്ക് എനിക്ക് ഇത്രയും വ്യൂസ് വന്നില്ല, സബ്സ്ക്രൈബേഴ്സ് വന്നില്ല, അല്ലെങ്കിൽ കമൻറ്റ്സ് ഒന്നും വന്നില്ല എന്നൊക്കെ ആരും വറീഡ് ആവേണ്ട ആവശ്യമില്ല. എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാവും. എൻ്റെ ഫസ്റ്റ് വീഡിയോസിന് ഒട്ടും വ്യൂസ് തന്നെ ഉണ്ടല്ല. ഗ്രാജുവലി ചില വീഡിയോസിനൊക്കെ കുറച്ച് ഹൈ ആവുന്നുണ്ട്, ചില കുറച്ച് ലോ ആവുന്നുണ്ട്. എന്നാലും ഒരു 1K ലോങ് വീഡിയോസിനൊന്നും എനിക്കൊരു 1K വരെ ഇതുവരെ വന്നിട്ടില്ല. എന്നാലും ഞാൻ ഡിസപ്പോയിൻമെൻ്റ് അല്ല. സോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളും വ്യൂസ് സബ്സ്ക്രൈബ്സ് അല്ലെങ്കിൽ കമൻറ്റ് വന്നില്ല, ലൈക്ക് കുറവാണെന്ന് വിചാരിച്ചിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കരുത്. ഫസ്റ്റ് കുറച്ച് വീഡിയോസിന് നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെയായിരിക്കും പോകുന്നത്. ഗ്രാജുവലി അതിനൊരു ഇൻക്രിമെൻറ്റ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മെൻ്റൽ സ്ട്രെങ്ത്, ദെൻ സെൽഫ് ബിലീവ്. നമുക്ക് നമ്മുടെ കഴിവിൽ ഒരു ബിലീവ് ഉണ്ടായാൽ മാത്രം മതി നമ്മുടെ ചാനൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ഗ്രോയ്ക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യുന്നു അതിൽ നമുക്കൊരു ബിലീവ് ഉണ്ടായാൽ മാത്രം മതി. എന്നെക്കൊണ്ട് ഈ ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യാൻ സാധിക്കും, അതല്ലെങ്കിൽ എൻ്റെ ചാനൽ എന്നെക്കൊണ്ട് ഒരു ഗ്രോയ്ക്ക് നെക്സ്റ്റ് ഒരു ലെവലിലോട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു സെൽഫ് ബിലീവ് ഉണ്ടായാൽ മാത്രം മതി. ബാക്കിയെല്ലാം ടപ്പേന നടക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പിന്നെ പറഞ്ഞു വന്നത് നമുക്ക് നമ്മളിൽ തന്നെ ഒരു ബിലീവ് ഉണ്ടായാൽ മാത്രം മതി നമ്മുടെ ചാനലിലൊരു ഗ്രോയ്ക്ക് നമുക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ സ്ട്രെങ്ത് ആൻഡ് സെൽഫ് ബിലീവ്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്കൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു എങ്കിൽ ഒരു 1 year കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഇൻകം കിട്ടിയേക്കാം, മേ ബി കിട്ടിയേക്കാം. നമ്മൾ കൊടുക്കുന്ന ആ ഒരു എഫേർട്ടിന് നമ്മുടെ ചാനലിൽ ഒരു ഗ്രോയപ്പ് ഉണ്ടാകുന്നു എങ്കിൽ നമുക്ക് ഇൻകം കിട്ടിയേക്കാം. അതൊരു 1 point. പിന്നൊരു കാര്യം, നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഒരു ലെവലിനെ കാട്ടി നമുക്കൊരു മേലെ വരാനായിട്ടൊരു ചാൻസ് ഉണ്ട്. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യാതിരുന്നെങ്കിൽ നമുക്കിപ്പോൾ കഴിവുണ്ട് എങ്കിൽ നമ്മൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തില്ല എങ്കിൽ സോ ഈ ഒരു കാര്യങ്ങൾ ഓർത്ത് നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഞാനത് ഒത്തിരി തവണ റിഗ്രറ്റ് ചെയ്തൊരു കാര്യമാണ്. എനിക്ക് പല ടാലൻ്റ് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം, പല കഴിവുകളുണ്ട് എന്ന്. പക്ഷെ ഞാൻ പലപ്പോഴും ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചതുപോലെ തന്നെ പല കാര്യങ്ങൾ എൻ്റെ മൈൻഡിലുള്ളത് കൊണ്ട് ഞാൻ പലപ്പോഴും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നിന്ന് ബാക്ക് വന്നിട്ടുണ്ട്. സംസാരിച്ചതുപോലെ ഒരു ആഫ്റ്റർ 1 ഇയറിന് ശേഷം ഞാൻ കൊടുക്കുന്ന എഫേർട്ടിന് എൻ്റെ ചാനൽ ഒരു ഗ്രോ അപ്പ് ഉണ്ടായി, എനിക്കൊരു ഇൻകം വന്നു കഴിഞ്ഞാൽ അതെനിക്ക് തന്നെ ഒരു അതെനിക്ക് തന്നെ ഒരു എൻ്റെ ഫാമിലിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു സപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ്. സോ എനിക്ക് എൻ്റെ കഴിവ് എനിക്ക് വളരെയധികം ബിലീവ് ഉള്ളത് കൊണ്ട് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന പലരും ചിലപ്പോൾ എന്നെ കളിയാക്കുന്നവരുണ്ടായിരിക്കാം, ബട്ട് ഞാൻ അതെല്ലാം ഇഗ്നോർ ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ കഴിവിൽ എനിക്കൊരു ബിലീവ് ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എനിക്ക് മോട്ടിവേഷൻ ആയി എങ്കിൽ സോ നിങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ടാലൻറ്റ് എന്താ, നിങ്ങളുടെ പാഷൻ എന്താ, നിങ്ങൾക്ക് ഏത് ഫീൽഡാണോ ഇഷ്ടം ആ ഫീൽഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നല്ല നല്ല കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്, ചാനൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ മേ ബി നിങ്ങൾക്ക് ഒരു 1 ഇയറിന് ശേഷം ഇതൊരു ഇൻകം ആയിരിക്കാം. നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിന് മേ ബി 1 ഇയറിന് ശേഷം നമുക്കൊരു ഇൻകം വന്നേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടൊരു വീഡിയോ ആണ് ഞാൻ കരുതുന്നു. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എങ്കിൽ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസുകൾ കാണുന്നതിനും കൂടെ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും എനിക്ക് കമൻറ്റ് ചെയ്യുക. കാര്യങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തു എങ്കിൽ അതും എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസുകളായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ വരുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ. താങ്ക് യു.